നീ എന്താടാ സുഖക്കുറവുള്ളവർക്ക് ഇപ്പൊ സുഖം വെക്കാൻ നടക്കുകയാണോ? എടാ ഉള്ളി ഭയമുള്ളവൻ അങ്ങനൊക്കെ തോന്നും. ആ അതെ, മനസ്സിന്റെയാ. ഈ ചഞ്ചലത എന്ന് പറയും. പ്രതീക്ഷിക്കാത്ത ആളുകളെ വീട്ടുമുറ്റത്ത് വരുമ്പോ ആരായാലും ഒന്ന് വിരളും. കേവലം ഒരു കട്ടുറുമ്പ് വിചാരിച്ചപ്പോ കാട്ടാന വിരണ്ടു. പിന്നല്ലേ നീ. നിന്റെ സ്വയം പുകഴ്ത്തൽ കഴിഞ്ഞെങ്കിൽ വന്ന കാര്യം പറയാം. എടാ, സാധാരണയൊക്കെ ഞങ്ങളുടെ വീട്ടിലൊരു അതിഥി വരുമ്പോ മാന്യമായി സ്വീകരിച്ചിരുത്തി അതിനുശേഷമാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതാണ് അതിന്റെ ഒരു മര്യാദ. മര്യാദ അത് വന്നു കയറുന്നവന്റെ മഹത്വം പോലെ ഇരിക്കും. എടാ, ഇങ്ങോട്ട് കേറി പോകരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ കാണിച്ച ഈ വലിഞ്ഞു കയറ്റത്തിനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു നാട്ടുപറച്ചിലുണ്ട്, കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനെന്ന്. എടാ, തർക്കിച്ച് നിന്നെ ജയിക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. എടാ, തർക്കിച്ച് മാത്രമല്ല ബുദ്ധി കൊണ്ടും നിനക്ക് എന്നെ ജയിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അനുഭവം വഴി തെളിയിച്ച് തന്നിട്ടുള്ളവനല്ലടാ ഞാൻ. പക്ഷെ നീ അത് ഗൗനിക്കുന്നില്ല. കാരണം എന്നും ജീവിതത്തിൽ പരാജയം മാത്രമുള്ളവന് അത് വലിയൊരു കാര്യമല്ല. ഇപ്പൊ നിന്റെ ഈ പടപ്പുറപ്പാട് എന്തിന്? അത് ആദ്യം അറിയട്ടെ. എടാ മഹേന്ദ്ര, ഞാൻ എന്റെ മകളുടെ മനസ്സമ്മതം അങ്ങ് നിശ്ചയിച്ചു. അതുകൊണ്ട് എന്റെ മകളുടെ പിന്നാലെയുള്ള നിന്റെ മകന്റെ നടത്തം ഉണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കണമെന്ന് നിന്റെ മോനോടൊന്ന് പറഞ്ഞേക്കണം. പിന്നെ ആ ഡേവിസിന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. യവനേക്കാൾ കേമന. എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചോരയ്ക്ക് ചോരയെന്ന കണക്കും പറഞ്ഞുകൊണ്ട് എത്തിക്കുന്നവനാ. ശിവേട്ടനല്ല ഡെയ്സിയുടെ പിന്നാലെ നടക്കുന്നത്, എന്റെ ചേട്ടന്റെ പിന്നാലെ നടക്കുന്നത് ഡെയ്സിയാ. മുതിർന്നവര് സംസാരിക്കുന്നിടത്ത് നിനക്കെന്താടി കാര്യം? നീ അകത്ത് പോ. അതല്ല കേറിപ്പോടി അകത്ത്. നീ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കേറി വരാൻ കാണിച്ച നിന്റെ ചങ്കൂറ്റം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾക്കും അവനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മനസമ്മതം നിന്റെ സമ്മതം കൊണ്ട് മാത്രം നടത്താൻ നീ ഉദ്ദേശിക്കുന്ന ഈ ചടങ്ങില്ലേ, അത് നടക്കില്ല. ഞാൻ നടത്തിക്കില്ലടാ. എന്റെ മകൻ ശിവന് നിന്റെ മകൾ ഡെയ്സിയെ ഇഷ്ടമാണെങ്കിൽ അവള് ജീവിക്കുന്നത് ഈ വീട്ടിലായിരിക്കും, എന്റെ ഈ വീട്ടില്. കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോ നിലവിളക്കം കൊളുത്തി വലതുകാലം വെച്ച് കുടുംബത്തിൽ കയറ്റി കെട്ടിലമ്മയായി വാഴിക്കാനുള്ള പൂതിയും കൊണ്ടിരിക്കുകയാണല്ലേ ആന്റോണിയായ മകന്റെ അച്ഛനും അമ്മയും. എടാ മഹേന്ദ്ര, അവര് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കാളും ഭേദം എന്റെ പെങ്കൊച്ചിനെ ഏതെങ്കിലും സ്രാവിന്റെ വായിലോട്ടിട്ട് കൊടുക്കുന്നതാ. യോഹന്നാനെ, നിന്റെ പ്രായം വല്ലാതെ അങ്ങ് ആക്രമിച്ചിരിക്കുക. അതുകൊണ്ടാ നീ ഇപ്പൊ ഈ വിടുവായത്തരമൊക്കെ വിളിച്ചു പറയുന്നത്. നമുക്ക് രണ്ടുപേർക്കും പ്രായമായില്ലടാ. ഇനിയെങ്കിലും നീ കുറച്ചുനാള് വേളാങ്കണ്ണിയിലോ മലയാറ്റൂരോ അങ്ങനെ ഏതെങ്കിലും പുണ്യ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കേ. ചെല്ലടാ, ഞാനും പോവാം. പഴനിക്കോ തിരുപ്പതിക്കോ രാമേശ്വരത്തേക്കോ അങ്ങനെ എവിടോട്ടെങ്കിലും ഒക്കെ. ഈ കുട്ടികള് സമാധാനത്തോടെ ജീവിക്കട്ടടാ. ഒരു പൊടിക്കൊന്ന് കുറഞ്ഞു കൊടുക്കടാ നീ. ഇല്ലെങ്കിലേ പ്രഷർ കേറി നീ അങ്ങ് പൊട്ടിത്തെറിക്കും. എടാ, ഇതിവിടം കൊണ്ടൊന്നും തീരില്ല മഹേന്ദ്ര. ഇതിന്റെ അന്ത്യം നമ്മളിൽ ഒരാൾ തീരണം. അത് നീയോ ഞാനോ? ആര് ഭൂമിയിൽ വേണമെന്ന് എടാ ഈ യോഹന്നാൻ തീരുമാനിക്കും. എടാ, പണ്ടും നീ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് നീ എന്റെ കയ്യാളായിട്ട് നിന്ന് എന്റെ ബിസിനസ്സുകൾ തട്ടിയെടുത്തിട്ടായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ കുടുംബത്ത് കയറി എന്റെ മകന്റെ ജീവൻ വെച്ച് വില പറയുന്നു. നീ ചെയ്യാവുന്നതൊക്കെ യോഹന്നാനെ. നീ ചെയ്യുന്നതിനൊക്കെ മറുപടി ചെയ്തുകൊണ്ട് ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഒരിക്കല് നീ കൂട്ടുകാരനും മനസാക്ഷി സൂക്ഷിപ്പുകാരനും സതീർത്ഥ്യനും ഒക്കെ ആയിട്ട് നിന്നില്ലേ? എടാ, ഇനി ഞാനൊന്ന് നിന്റെ മുമ്പില് പല രൂപത്തിലും ഭാവത്തിലും ഒന്ന് നിന്ന് നോക്കട്ടെ. ഒടുവില് കാലന്റെ ഭാവം എടുപ്പിക്കാനായിട്ട് നീ ഇടവരുത്തല്ലേ? അത്രേ എനിക്ക് പറയാനുള്ളൂ. ഭാവം എടാ, അത് ആർക്കും എടുക്കാവിടാ.
ഞാൻ തീരുമാനിച്ചുറപ്പിച്ച മനസ്സമ്മതവുമായി ഞാൻ മുന്നോട്ട് പോകും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാ നീ ഒന്ന് ചെയ്ത് കാണിക്കടാ. ആ, തടയാൻ പറ്റുമോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. വാടാ മോനെ ആന്റണി, എന്നോടാ കളി. മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ജീവിക്കുന്നു എന്നാ പൊതുവെ പറയുന്ന നാട്ടുഭാഷ.